പോകുന്നതിന് മുമ്പ് PDPയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് മുട്ടം നാസർ, കഴിഞ്ഞ വർഷം CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഒരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകത്തിന്റെ പ്രകാശനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം കേരളത്തിൽ മുസ്ലിം തീവ്രവാദം വളർന്നത് ISS മോഡലിലാണ്. അത് അബ്ദുൾ നാസർ മദനി കേരളത്തിൽ വളർത്തി ആ തീവ്രവാദം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിൻ്റെ പുസ്തകം. അത് പ്രകാശനം ചെയ്ത് മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയല്ലേ, അതായിരുന്നില്ലേ എന്ന് CPM ചോദിക്കുന്നിടത്ത് നിങ്ങൾ പിന്തുണ കൊടുക്കുന്നു. എല്ലാം കഴിഞ്ഞതെല്ലാം പറഞ്ഞതെല്ലാം മറന്നുകൊണ്ട് ഒരു നിരുപാധിക പിന്തുണയാണ് ഇടതുപക്ഷത്തിന് കൊടുക്കുന്നത്. അങ്ങനെ വിശേഷിപ്പിക്കട്ടെ. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, PDP നൽകുന്ന പിന്തുണ അത് ആശയപരമായ ഒരു പിന്തുണയാണ്. ആശയപരമായ പിന്തുണ എന്ന് പറഞ്ഞാൽ ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭീഷണി മുഴക്കുന്നത്, ഭീഷണി എന്ന് പറഞ്ഞാൽ ഫാസിസമാണ്. ആ ഫാസിസത്തിനെതിരെ ശക്തമായ സന്ധിയില്ലാത്ത നിലപാട് എക്കാലവും സ്വീകരിച്ചു വരുന്ന മുന്നണിയാണ് LDF എന്ന് പറയുന്നത്. PDPയുടെ അടിസ്ഥാനപരമായ ആശയവും അത് തന്നെയാണ്. ആശയപരമായി യോജിക്കാൻ കഴിയുന്ന ഒരു മുന്നണി എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് PDP വ്യക്തമായൊരു നിലപാട് ഈ വിഷയത്തിൽ, അത് ഇപ്പോഴെടുക്കുന്ന നിലപാടല്ല, ഇന്നെടുക്കുന്ന നിലപാടല്ല. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പുതിയതായിട്ടൊരു നിലപാട് എടുത്തതല്ല. ദീർഘകാലമായി കഴിഞ്ഞ ഇലക്ഷനുകളിലെല്ലാം തന്നെ LDFനെ പിന്തുണച്ചു വരുന്നതിനുള്ള പ്രത്യേകമായ കാരണമാണ്. ആ കാരണം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും അധികം ഭീഷണി നേരിടുന്നത് ഫാസിസ്റ്റ് ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ, രാജ്യത്തിപ്പോൾ നേരിടുന്ന ആ ഭീഷണിയെ, അതിനെ പലപ്പോഴും UDFന്റെ ഭാഗത്ത് നിന്നും വളരെ മൃദുത്വ സമീപനം നടത്തി വരുമ്പോൾ യാതൊരു വിധമായ സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിച്ചു വരുന്നത് LDF ആണ്. PDPയുടെ നിലപാട് അത് തന്നെയാണ്. അപ്പൊ ആശയപരമായി യോജിക്കുന്ന നിലപാട് എന്ന നിലയിലാണ് PDP LDFനെ പിന്തുണച്ചു വരുന്നതും ആ പിന്തുണ നിലമ്പൂരിൽ തുടരുന്നതും. ഇവിടെ മറ്റൊരു വിഷയമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഈ വിഷയമാണ് പറയാനുള്ളത്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഫാസിസം. ആ വെല്ലുവിളിയെക്കുറിച്ച് UDFന്റെ സമീപനം എന്താണ്, LDFന്റെ സമീപനമാണ് എന്താണ്, ഇത് തമ്മിൽ വിലയിരുത്തപ്പെടണം. ആ വിലയിരുത്തപ്പെടുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന പിന്തുണ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോഴിവിടെ പലപ്പോഴും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പലരുടെയും ഭാഗത്തുനിന്നുണ്ടാകാം. ഇപ്പൊ ആ വ്യക്തിപരമായ അഭിപ്രായം പറയുമ്പോൾ അതിനെ LDFന്റെ ഒരു പൊതുവായ അഭിപ്രായമായിട്ട് എടുക്കുന്നത് ശരിയായ നിലപാടല്ല. LDFന്റെ തീരുമാനം എന്താണ്, അവരുടെ നിലപാട് എന്താണ്, അതാണ് നോക്കേണ്ടത്. അല്ലാതെ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് പിന്നീട് തിരുത്തി സംസാരിക്കുകയുണ്ടായി. അതല്ല ഇവിടെ വിഷയം. പൊതുവായ ഒരു മുന്നണിയുടെ നയം എന്താണ്, ആ മുന്നണി എടുക്കുന്ന നിലപാട് എന്താണ്, ആ നിലപാടിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് PDP LDFനെ പിന്തുണ നൽകി വരുന്നത്. PDP രൂപീകൃതമായതിന് ശേഷം ആദ്യം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ട്, ഒറ്റപ്പാലം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പില് PDP LDFന് പിന്തുണ നൽകി. അവിടെ അന്ന് LDF വളരെ സജീവമായ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. PDP LDFന് പിന്തുണയുമായി അവിടെ മത്സരിച്ചത് അന്ന് ശിവരാമനായിരുന്നു. ആ ശിവരാമൻ സർവകാല റെക്കോർഡോടുകൂടി അവിടെ പാസ്സായി. PDPയെ സംബന്ധിച്ചിടത്തോളം PDP വ്യക്തമായ നിലപാടാണത്. ഫാസിസത്തിനും വർഗീയതയ്ക്കും എതിരായിട്ടുള്ള നിലപാടാണ്. ഒരിക്കലും PDP വർഗീയതയോട് സന്ധി ചേർന്നിട്ടില്ല. നാളിതുവരെയുള്ള 1993 ഏപ്രിൽ മാസം 14 രൂപീകൃതമായ പ്രസ്ഥാനം തുടർന്ന് ഇങ്ങോട്ടുള്ള നിലപാടുകളും പ്രവർത്തനങ്ങളും പഠിച്ചാൽ മനസ്സിലാക്കും. PDP എന്ന് പറയുന്ന പ്രസ്ഥാനം വളരെയധികം ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ
ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളാണെന്ന് വളരെ വ്യക്തവും കൃത്യവുമായി ബോധ്യപ്പെടാവുന്നതാണ്. പഠിക്കണം. അല്ല അഡ്വക്കേറ്റ് മുട്ടൻ നാസർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു ന്യൂനപക്ഷ പ്രീണനം ഒരു നിലപാട് CPM എടുത്തു, അത് പരാജയപ്പെട്ടു, തെരഞ്ഞെടുപ്പിൽ അത് പാർട്ടിയെ ദുർബലമാക്കി എന്നൊരു വിലയിരുത്തലുകൾ ഉണ്ടായിരുന്ന പല തരത്തിലുള്ള വിലയിരുത്തലുകളും ചർച്ചകളും ഒക്കെ നടക്കുന്ന സമയത്താണ് ശ്രീ P ജയരാജന്റെ പുസ്തകം വരുന്നത്. അതായത് CPM നടത്തുന്നത് ഭൂരിപക്ഷ പ്രീണനമാണോ, ആ നീക്കം തുടങ്ങിയോ എന്ന് ചോദിക്കുന്ന സമയത്താണ് PDPയെ വിമർശിച്ചുകൊണ്ട് തങ്ങൾ വ്യക്തിപരം എന്ന് പറഞ്ഞിടത്താണ് ഞാൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു നിലപാട് പാർട്ടിക്ക് ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് വന്ന പുസ്തകം കൂടിയാണ് അത്. ഒരു വ്യക്തിപരമായ നിലപാട് മാത്രമായിട്ട് എങ്ങനെ തള്ളിക്കളയുമെന്നുള്ളതാണ്. ആ സമയത്ത് അതാണ് ശരി, ആ തരത്തിലേക്ക് എടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പിന്തുണ കൊടുക്കുന്നു, നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയാകുന്നു. അതിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് മാത്രം കണ്ടുകൊണ്ടുള്ള ഒരു സ്വീകരണവും സ്വാഗതവും വെൽക്കമും ഒന്നും തോന്നുന്നില്ല PDPക്ക്. P ജയരാജന്റെ പുസ്തകത്തിൽ വന്ന നിലപാട് അദ്ദേഹം വ്യക്തിപരമായി എഴുതി. അത് LDFന്റെ ഒരു മുഖപത്രമോ മുഖപ്രസംഗമോ അല്ലെങ്കിൽ ആ ഒരു നിലപാടോ അല്ല. അപ്പൊ അതില് അങ്ങനെ വന്നതിനെ വളരെ വ്യക്തമായി പറഞ്ഞു, ഇത് LDFന്റെ നിലപാടല്ലെന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ആ യോഗത്തിൽ വെച്ച് തന്നെ പറയുകയുണ്ടായി. തുടർന്ന് ഇങ്ങോട്ടും പറയുകയുണ്ടായി. ഇപ്പൊ LDFന്റെ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴല്ല PDPയെ കുറിച്ചുള്ള അഭിപ്രായം ഈ LDFന്റെ വിശിഷ്യ CPMന്റെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അഖിലേന്ത്യാ നേതാവ് അടക്കം, കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ, സഖാവ് പിണറായി വിജയൻ ഉൾപ്പെടെ ഇപ്പൊ ഇലക്ഷൻ വന്ന സന്ദർഭത്തിൽ അതിന് മുമ്പ് വളരെ വ്യക്തമായിട്ട് മീഡിയാസുകളിൽ വ്യക്തമായിട്ട് പറഞ്ഞു, PDP എന്ന പ്രസ്ഥാനം ഒരു വർഗീയ പ്രസ്ഥാനം അല്ല, ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്ന് നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ എവിടെയാണ് വർഗീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്, എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനം നടത്തിയതായിട്ടൊന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ചുമ്മാ അല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു അഡ്വക്കേറ്റ് മുട്ടൻ നാസർ, ഈ നിലപാട് നിലമ്പൂരിന് ശേഷവും തുടരും. അല്ല, PDPയുടെ ഒരു ആത്മവിശ്വാസം ഈ നിലപാട് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷവും തുടരും ഇടതുമുന്നണി എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അല്ലേ? ഞങ്ങളുടെ ഈ നിലപാട് നിങ്ങളുടെ നിലപാടല്ല, നിങ്ങളുടെ പിന്തുണയല്ല. ഇടതുപക്ഷത്തിന്റെ നിലപാട് തുടരും. ഇടതുപക്ഷത്തിന് PDPയോടുള്ള നിലപാട് തുടരും. 2021 2016 ജനറൽ ഇലക്ഷനിൽ LDFന് ജനറൽ ഇലക്ഷനിൽ പിന്തുണ നൽകി സജീവമായ രംഗത്തുണ്ടായിരുന്നു. വളരെ സജീവമായിട്ടാണ് പ്രചരണ രംഗത്ത് PDP ഉണ്ടായിരുന്നത്. അല്ല, ഞാൻ PDPയുടെ നിലപാടിനെ കുറിച്ചല്ല ചോദിക്കുന്നത് അഡ്വക്കേറ്റ് മുട്ടൻ നാസർ. ഇടതുപക്ഷത്തിന് PDPയോടുള്ള നിലപാട് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതേപോലെ തുടരും എന്നുള്ള ഒരു ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട്, PDPക്കുണ്ട് അല്ലേ? ആത്മവിശ്വാസം പറഞ്ഞാൽ അത് നിലപാട് സ്വീകരിക്കേണ്ടത് ആ മുന്നണിയാണ്. ഞങ്ങളുടെ കാര്യമല്ല ഞങ്ങൾക്ക് പറയാനൊക്കത്തുള്ളൂ. ഓക്കെ, ശരി. ആ മുന്നണിയുടെ നിലപാട് പറയേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2001 മാത്രമാണ് 2001 ജനറൽ ഇലക്ഷനിൽ ഞങ്ങള് UDFന് പിന്തുണ നൽകി. അന്ന് UDF 100 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നു. ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നതിന് ശേഷം UDFന്റെ നിലപാട് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങള് ആ UDFനുള്ള പിന്തുണ പിൻവലിച്ച് പിന്നെ നിലപാടിൽ ശക്തമായി നിലനിൽക്കുന്ന LDFന് പിന്തുണ നൽകി വരുന്നത്. അവിടെ യാതൊരു നിലപാട് AK ആന്റണി എന്താണ് പറഞ്ഞിട്ടുള്ളത്? AK ആന്റണിയുടെ നിലപാട് വളരെയധികം ഫാഷിസത്തിന് കുടപിടിക്കുന്ന നിലപാടിലേക്ക് നീങ്ങപ്പോഴാണ്. ഫാസിസത്തിന്റെ അനുകൂലമായ നിലപാടുമായി മുന്നോട്ട് പോയി. എന്താണ് കേരളത്തിൽ ഫാസിസം വളരാൻ കഴിയാത്തത്? ഫാസിസം വളരാൻ ശക്തമായ LDFന്റെ നിലപാട് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതിൽ വെള്ളം ചേർക്കുന്ന നിലപാടല്ല. ശരി, ഞാൻ മറ്റുള്ളവരിലേക്ക് പോകുന്നതിന് മുന്നേ ഒറ്റ കാര്യം കൂടെ അഡ്വക്കേറ്റ് മുട്ടൻ നാസർ, ഒരു ചെറിയ കാര്യം കൂടെ. അല്ല, ഒറ്റ കാര്യം കൂടെ. BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തതുകൊണ്ട് ഹിന്ദു വോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് അഖില ഭാരത ഹിന്ദു മഹാസഭ അവരുടെ നിലപാട് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. അവരും പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരെ അറിയില്ല എന്നാണ് LDF പറഞ്ഞിരിക്കുന്നത്. LDFന് ഓഫീസിലേക്ക് വരുന്ന അവർ പിന്തുണയുമായിട്ട് പലരും വരും എന്നുള്ളൊരു നിലപാട് കൂടി ഉണ്ട്. ഞാൻ ഇത് എൻ്റെ കൂട്ടത്തിൽ കൂടെ ഫാസിസം എന്ന് വാക്ക് എടുത്തു പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പിന്തുണ കൂടി, PDPയുടെ പിന്തുണ മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പാണ്, പല പാർട്ടികളുടെയും പിന്തുണ ഉണ്ടാവും. ഇങ്ങനെ ഒരു പിന്തുണ കൂടി LDF ക്യാമ്പിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംഘടനയെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നില്ല. ശരി, അങ്ങനെ പല പേരും പറഞ്ഞുള്ള സംഘടനയാണ്, എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് LDF നേതാക്കന്മാർ പറഞ്ഞതുപോലെ എനിക്കും അങ്ങനെ ഒരു സംഘടന ഉള്ളതായിട്ട് എനിക്കും അറിയത്തില്ല. ശരി, PDPയുടെ പ്രതീക്ഷകൾ PDPയെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. PDPയുടെ പിന്തുണ ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് സേനാപതി